വലിയ വലിയ നേതാക്കളും ഈ നാട്ടിന്റെ പൗരമുഖ്യരും എല്ലാം ഒരുമിച്ചുകൂടിയ ഈ വലിയ സദസ്സിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, പരിശുദ്ധ ഇസ്ലാമിന്റെ സംസ്കാരവും അതിന്റെ നയവും ഇവിടെ പ്രചരിപ്പിക്കുന്നതിനും നിലനിർത്തുന്നതിനും നാം അഹോരാത്രം പരിശ്രമിക്കണം. ഇപ്പൊ അടുത്ത ദിവസം സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ഒരു പ്രമേയം, ഞാൻ ഒറ്റക്കൊന്നല്ല, എല്ലാവരും 40ഓളം വരുന്ന ഉലമാക്കൾ ചേർന്ന മുസാവറയുടെ ഒരു പ്രമേയം, അന്യ സ്ത്രീകളും പുരുഷന്മാരും ഇടകലരുന്ന ഒരു പദ്ധതിയും പാടുള്ളതല്ല എന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞത്. എന്നാൽ അതിന് ഇപ്പോൾ നടക്കുന്ന ഏതോ ഒരു വ്യായാമത്തിന്റെ പേരിലാണ് ഈ പറഞ്ഞതെന്ന് അർത്ഥം വെക്കുകയും എന്നിട്ട് അത് ഞാൻ സമസ്തയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് എന്റെ പേരിൽ മാത്രം പ്രസ്താവനയാക്കി മാറ്റി. എന്നിട്ട് അതിന് അധികാരം പറയുന്നത് കുറെ ഡോക്ടർമാർ, കുറെ വക്കീൽമാരും ജഡ്ജിമാരും അതുപോലെ അന്യമതത്തിൽപ്പെട്ട ചില ആളുകൾ ഇന്ന് പറഞ്ഞതായി കേട്ട് നമുക്ക് പറയാനുള്ളത്, ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും. അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം. മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് നടപ്പാവില്ല എന്ന് പറഞ്ഞാൽ ഇന്നൊരാളെ പ്രസ്താവന കേട്ടു. അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രമെടുത്ത് നോക്കി, ഏരിയ സെക്രട്ടറിമാരെ തെരഞ്ഞെടുത്തിരിക്കുന്നു 18 പേരെ. ഈ 18 പുരുഷന്മാരാ, ഒരൊറ്റ പെണ്ണിനെയും അവർക്ക് കിട്ടിയിട്ടില്ല. ഈ 18 എണ്ണവും പുരുഷന്മാരാണ്. എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത്? എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത്? ഞങ്ങൾ പറയുന്നതിന് ഇങ്ങനെ കുതിര കയറാൻ വരണോ? ഞങ്ങളുടെ മതത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിമീങ്ങളോടാണ്. അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടണ്ടെന്നും കൂടണ്ടെന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ. ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമീങ്ങളോടാണ്. നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു വിധി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മതക്കാരെ പറഞ്ഞിട്ട അതെന്തിനാ മുഴുവൻ മറക്കണം എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ? ഞങ്ങളുടെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ല. അത് ലോകമൊട്ടാകെ അംഗീകരിച്ചതല്ലേ. ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ, സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ്, പുരുഷന്മാർ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാത്ത പറ്റില്ല. കക്കൂസിൽ പോകുന്നിടത്ത് അവിടെ ലേഡീസ് അല്ല, അതിന് പ്രത്യേക സീറ്റ്. അങ്ങനെ എപ്പോഴും നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും അംഗീകരിച്ച് വരുന്നുണ്ട്. എന്താണത്? അങ്ങനെ ബസ്സിലും കക്കൂസ് പോകുന്നിടത്തും കുളിക്കുന്നിടത്തും നടക്കുന്നിടത്തും എല്ലാ സ്ഥലത്തും അത് ലേഡീസിന് പ്രത്യേകം, അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമൊട്ടാകെ നടന്നു വെച്ചതല്ലേ. അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല, അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല. ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ? അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല.